ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡോയിലിൻ്റെ 13 ഇഞ്ച് ക്രോച്ചറ്റ് ഡോയിലിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു വൈറ്റും റെഡിൻ്റെ 2 ഷെയ്ഡും, ഒരു ഡാർക്കും ചെറിയൊരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡും, അങ്ങനെ 2 ഷെയ്ഡും 3mm ക്രോഷ്യ ഹുക്കും ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റൗണ്ട് പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 കളർ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ കളേഴ്സിൽ ചെയ്യാട്ടോ, ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു മാജിക് റിങ് ചെയ്യാം. നൂല് വലിച്ചെടുത്തു, ആ ലൂപ്പ് കൂടെ അയ്യോ ലോക്കായിപ്പോയി. വീണ്ടും അത് അയച്ചു. അപ്പം ആ ലൂപ്പ് ഒന്ന് ചെറുതാക്കി, എന്നിട്ട് ആ നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. അങ്ങനെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടും. അതിനുള്ളിലൂടെ നമ്മൾ ഒരിക്കൽ കൂടെ യാൺ എന്ത് ചെയ്യുക, ഒന്ന് ആ ജോയിൻറ്റിൽ പിടിച്ചിട്ട് ഒരു പ്രാവശ്യം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ആ 2 ഒരു സൈഡിലും ഒന്നൊരു സൈഡിലും ആക്കിയിട്ട് മാറ്റി പിടിക്കുക. ഇനി ആ ഒരു റിങ്, ഇതാണ് നമ്മൾ മാജിക് റിങ്. ഈ മാജിക് റിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നൊരു പാറ്റേണിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 4 ചെയിൻസ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ 3 ചെയിൻസാണ് ചെയ്യാറ്. ഈ റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ചെയിൻസിലാണ്. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, അങ്ങനെ 12 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഓരോ ചെയിൻ ഇടാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആ 12 ഡബിൾ ക്രോഷ്യേസും കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ ആ യാണിൻ്റെ മുകളിൽ നിന്ന് നൂല് റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് ആ സെൻറ്ററിൽ കൂടെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അപ്പോൾ 3 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പ് കൂടെ എടുക്കുക, പിന്നത്തെ 2 ലൂപ്പ് കൂടെ എടുക്കുക. അങ്ങനെ നമ്മളിതവിടെ നമ്മൾ ആ മാജിക് റിങ്ങിൽ ഓരോ ഡബിൾ ക്രോഷ്യേസ് ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് 12 കഴിഞ്ഞിട്ട് ആ 4 ചെയിൻസിലെ 3rd ചെയിനിലേക്കാണ് സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്. 4 ചെയിൻസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4th ചെയിനിലേക്കല്ല, 3rd ചെയിനിലേക്ക് തന്നെയാണ് സ്ലിപ്പ് ഇട്ടിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആ 3 ചെയിൻസ് നമ്മളൊരു ഡബിൾ ക്രോഷ്യ, ആ 4th ചെയിൻ നമ്മളൊരു ചെയിൻ തന്നെയാണ്. അപ്പോൾ അത് നോക്കണം കേട്ടോ. 4th ചെയിനിലേക്കായി പോകരുത്, നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ 3rd ചെയിനിലേക്ക് തന്നെ കറക്റ്റായിട്ട് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. നമ്മളിതാ സ്ലിപ്പ് ഇട്ടു, ആ റൗണ്ട് അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ റെഡിയായി. എന്നിട്ട് നമ്മൾ ആ യാണില്ലേ, അത് നല്ലോണം വലിച്ച് ടൈറ്റൻ ചെയ്ത് എക്സസ് ഉള്ളതൊക്കെ കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ യാൺ കൊണ്ടുവരിക. അപ്പോൾ ആ എക്സസ് ഉള്ള യാണിനെ നമ്മൾ അവിടെ ഒന്ന് ടൈ ചെയ്തതിന് ശേഷം കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഞാനത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് കീപ്പ് ചെയ്തു, ബാക്കി കട്ട് ചെയ്തു. അപ്പോൾ അവിടെ നല്ല ഫിനിഷിങ് ആയി. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോവാണ്. അടുത്ത റൗണ്ട് നമ്മൾ ആ ചെയിൻ സ്പേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ യാൺ കൊണ്ടുവരിക, എന്നിട്ട് ഒരു 3 ചെയിൻസ് ചെയ്യുക. വീണ്ടും സെയിം സ്പേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക, പിന്നെ ഒരു ചെയിൻ ഇടുക. വീണ്ടും നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഓരോ ചെയിൻ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുക. നമ്മൾ ആ റൗണ്ട് ഫുള്ള് ഇത് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ചെയ്തിട്ട് വന്നാലോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഓരോ ഡബിൾ ക്രോഷ്യേസും ആ ചെയിൻ സ്പേസിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ നമ്മൾ ആ റൗണ്ട് അവിടെ ഏകദേശം കഴിഞ്ഞു. ലാസ്റ്റ് സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. ഇനി നമ്മൾ ആ 3 ചെയിൻ ചെയ്തില്ലേ, അവിടുത്തെ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിൽ നമ്മളൊരു സ്ലിപ്പ് ഇട്ടിട്ട് ആ ചെയിൻ സ്പേസിലേക്ക് യാണ് കൊണ്ടുവരിക. ഇനി നമ്മൾ ഈ സെയിം വൈറ്റിൽ തന്നെയാണ് കേട്ടോ അടുത്ത റൗണ്ട്സൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് 3 ചെയിൻസ് ഇടുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യയുടെ ആദ്യത്തെ സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ ചെയ്തു. ആദ്യത്തെ റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ. നമ്മൾ ഈ 3rd റൗണ്ടിൽ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ. അങ്ങനെ ഈ റൗണ്ട് റിപ്പീറ്റ് ഫുള്ളും നമ്മൾ ആ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓരോ ചെയിൻ സ്പേസിലും നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ആ ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും ആ ഫസ്റ്റത്തെ ചെയിൻ സ്പേസിലൊക്കെ സ്ലിപ്പ് ഇട്ടിട്ട് ചെയിൻസിലൊക്കെ സ്ലിപ്പ് ഇട്ടിട്ട് ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ യാണ് കൊണ്ടുവരിക. ഇനി നമ്മളിവിടെ 4 ഡബിൾ ക്രോഷ്യേഴ്സാണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിൻ ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക സെയിം സ്പേസിൽ തന്നെ. ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെയാണ് ചെയ്യണത്. 3 ചെയിൻസ് ഇട്ടു, നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. ടോട്ടൽ നമുക്ക് എത്ര ഡബിൾ ക്രോഷ്യേഴ്സായി? 4 ഡബിൾ ക്രോഷ്യേഴ്സായി. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത സ്പേസിൽ ഇതേപോലെ 4 ഡബിൾ ക്രോഷ്യ, അതായത് 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഓരോ സ്പേസിലും 4 ഡബിൾ ക്രോഷ്യേഴ്സ് വീതം ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മളിതാ ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് യാണ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള റെഡില്ലേ, അതുമാണ് യൂസ് ചെയ്യണത് കേട്ടോ. നോർമൽ ആക്രിലിക് യാൺസ് ആട്ടോ നമ്മൾ ഈ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ റെഡിയാണ് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ റെഡിയാണ് വെച്ചിട്ടാണ് അടുത്ത റൗണ്ട്സൊക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ വൈറ്റ് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ആ 2 എണ്ണം കഴിഞ്ഞിട്ടുള്ള ഒരു ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. 3 ചെയിൻ ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, വീണ്ടും ഒരു ചെയിൻ ഇടുക. ഇനി അടുത്ത ചെയിൻ സ്പേസിലാണ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചെയിൻ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ വീതം ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഓരോ സ്പേസിലും ആ 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി അടുത്ത റൗണ്ടും റെഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എല്ലാ റൗണ്ട്സിലും നമ്മൾ ചെയിൻ സ്പേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്ന, ഡബിൾ ക്രോഷ്യൻ്റെ മേലല്ല കേട്ടോ. 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. ഈ റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത റൗണ്ട് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. ഓരോ ചെയിൻ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ആ ചെയിൻ സ്പേസുകളിലൊക്കെ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു റൗണ്ടും
3 ഡബിൾ ക്രോഷ്യേസ് തന്നെയാണ് ഞാൻ ആ റൗണ്ട് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യേസ് ആണ്. അതാണ് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ. അങ്ങനെ എല്ലാ ചെയിൻ സ്പേസിലും നമ്മൾ 4 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. നമ്മൾ റെഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ദെൻ 2 റൗണ്ട്സ് 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ വെച്ചിട്ട് ചെയ്തു. ഈ റൗണ്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ ആ 4 റൗണ്ട്സും ലൈറ്റ് റെഡിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ ഡാർക്ക് ഷെയ്ഡ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റൗണ്ട്സൊക്കെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ ഡാർക്ക് റെഡിൻ്റെ ആണ് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്തു. ആ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ചെയിൻ ഇടുക. നെക്സ്റ്റ് ചെയിൻ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ. ഈ റൗണ്ട് നമ്മൾ ഫുള്ള് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത റൗണ്ടും സെയിം റിപ്പീറ്റേഷനാണ്. 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിതാ 2 റൗണ്ട്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ആണ്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും അത് നിങ്ങൾക്ക് കാണിക്കാതിരുന്നത്. കാരണം 2 ഡബിൾ ക്രോഷ്യാണ്, 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ തന്നെയാണ് ഈ 2 റൗണ്ട്സിലും. അപ്പോൾ സെയിം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 2 റൗണ്ട്സ് 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആ 2 റൗണ്ട്സും ഞാൻ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റൗണ്ടിൽ പറയുന്നുള്ളൂ എന്ന്. വീഡിയോയിൽ അധികം ലാഗ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് ഒരേ റിപ്പീറ്റേഷൻ വരുന്നതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ വെച്ചിട്ട് 2 റൗണ്ട്സ് കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതവിടെ 4 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 റൗണ്ട് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ വെച്ചിട്ടും, പിന്നത്തെ 2 റൗണ്ട്സ് 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിനിൽ ഇതിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ സെയിം കളറിൽ തന്നെ 5 ചെയിൻസ് ഇടുക. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു റൗണ്ട് പ്ലേസ്മെൻറ്റിൻ്റെ റൗണ്ട്സൊക്കെ കഴിഞ്ഞു. ഇനി ആ ബോർഡറിൻ്റെ വർക്കാണ്. 5 ചെയിൻസ് ചെയ്യുക, അടുത്ത ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും 5 ചെയിൻസ് ചെയ്യുക, അടുത്ത ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. നമുക്കത് ചെയ്തിട്ട് വരാം. നമ്മളിത് ഏകദേശം ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ബോർഡർ കൊടുക്കുന്നത് വൈറ്റ് വെച്ചിട്ടാണ്. നമ്മൾ സെൻറ്ററിൽ യൂസ് ചെയ്ത വൈറ്റ് അല്ലേ, അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വൈറ്റാണ് അറ്റാച്ച് ചെയ്തത്. വൈറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ 3 ചെയിൻസ് ചെയ്തു. പിന്നെ ഒരു 7 ഡബിൾ ക്രോഷ്യേസ് കൂടെ ചെയ്യാം. ടോട്ടൽ 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. നെക്സ്റ്റ് സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനടുത്ത സ്പേസിൽ വീണ്ടും നമ്മളൊരു 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളെ ഫൈനൽ റൗണ്ട്. അങ്ങനെ നമ്മളെ പ്ലേസ്മെൻറ്റ് ഇതാ ഇവിടെ ഏകദേശം കഴിയാറായി, ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് കൂടെ നോക്കാം. അപ്പോൾ അതാ നമ്മളെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഭംഗിയില്ലേ? ആ 2 റെഡിൻ്റെയും ആ വൈറ്റിൻ്റെയും കോമ്പിനേഷനിൽ ഈ ഒരു പ്ലേസ്മെൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സിൽ 2 ലൈറ്റും ഡാർക്ക് ബ്ലൂ വെച്ചിട്ടോ ഗ്രീൻ വെച്ചിട്ടോ പിങ്ക് വെച്ചിട്ടോ ഏത് ഷെയ്ഡിലും നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലേസ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പാറ്റേണുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ക്രോച്ചറ്റ് ഡിസൈൻസ് പഠിക്കാൻ നിങ്ങളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.